തിരുവനന്തപുരത്ത് പാമ്പ് കടിയേറ്റ് മരിച്ച ദിക്ഷിലിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഇതുപോലെ തന്നെ പാമ്പ് കടിയേറ്റ് മറ്റൊരു കുട്ടി മരിച്ചിട്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇതാ തിരുവനന്തപുരത്ത് നിന്നിപ്പോൾ രാവിലെ ഇങ്ങനെ വീണ്ടും ഒരു വാർത്ത വരുന്നത്. തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശികളായ ദിലീപ് അനു ദമ്പതികളുടെ മകൻ ദിക്ഷിലിനാണ് കഴിഞ്ഞ ദിവസം വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതിനിടയിൽ പാമ്പ് കടിയേറ്റത്. ഇന്ന് പുലർച്ചെ 2:30യോടെയായിരുന്നു സംഭവം ഉണ്ടായത്. അടച്ചുറപ്പില്ലാത്ത വീട്ടിനുള്ളിലായിരുന്നു താമസം. മുത്തശ്ശിയോടൊപ്പം കിടക്കുകയായിരുന്നു. അതിനിടയിലാണ് കുട്ടി ഇങ്ങനെ തന്നെ എന്തോ കടിച്ചു എന്ന് പറഞ്ഞു എന്ന് പറയുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു എന്ന് അച്ഛൻ ദിലീപ് പറയുകയുണ്ടായി. പക്ഷേ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. റിനു ശ്രീധർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. റിനു, വളരെ സങ്കടകരമായ കാഴ്ചകളാണ് ആ വീട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നത്. തീർച്ചയായും അമൃത, വൈകാരികമായിട്ടുള്ള ചില നിമിഷങ്ങൾ. കാരണം അല്പസമയം മുമ്പാണ് ദിക്ഷിലിൻ്റെ മൃതദേഹം ഇവിടെ എത്തിച്ചത്, വീട്ടിൽ എത്തിച്ചത്. മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ദിക്ഷിലും അതുപോലെ തന്നെ ദിക്ഷിലിൻ്റെ മാതാപിതാക്കളും അതുപോലെ തന്നെ പിതാവിൻ്റെ അമ്മയും ഉൾപ്പെടെ 6 പേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഈ വീട്ടിനുള്ളിൽ വെച്ചാണ് ഇന്ന് പുലർച്ചെ 2:45 ദിക്ഷിലിന് പാമ്പ് കടി ഏൽക്കുന്നത്. തുടർന്ന് ചിറയൻകീഴ് ആശുപത്രിയിൽ, താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് വിടുകയായിരുന്നു. ഒരു അടച്ചുറപ്പില്ലാത്ത വീട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പ്ലൈവുഡുകൾ കൊണ്ട്, തകരങ്ങൾ കൊണ്ട് വച്ച ഒരു സാധാരണ കാരൻ്റെ വീടെന്ന് പോലും നമുക്ക് പറയാൻ കഴിയാത്ത തരത്തിലുള്ളൊരു വീട്. ഈ വീടിലേക്ക് ഒരു അടിസ്ഥാനം പോലും ഇല്ല എന്നുള്ളതാണ്. അടിസ്ഥാന തറ പോലും കെട്ടാത്തൊരു വീട്. ഇതിനകത്തേക്ക് പാമ്പ് എത്താൻ സാധ്യതയുണ്ട്. ഈ വീടിന് ചുറ്റും ഈ പാമ്പ് കാട് മൂടിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ആ പാമ്പിന് പുലർച്ചയോടുകൂടി തന്നെ നാട്ടുകാർ അടിച്ചു കൊല്ലുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവുകയും ചെയ്തത്. ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ, അതായത് ഈ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വലിയ വീഴ്ചയാണ് ഉണ്ടായത് എന്നുള്ളതാണ് രക്ഷകർത്താക്കളടക്കം ഇന്ന്, അതായത് ദിക്ഷിലിൻ്റെ പിതാവ് അടക്കം മാധ്യമങ്ങളോട് പറഞ്ഞത്. കാരണം ഈ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വൈദ്യപരിശോധന കിട്ടിയില്ല. നഴ്സ് മാത്രമാണ് ഈ കുട്ടിയെ പരിശോധിച്ച് ഡോക്ടറൊന്ന് വന്ന് നോക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ്. പാമ്പ് കടിയേറ്റതായിട്ടുള്ളൊരു സംശയം ഇവർ പറഞ്ഞിരുന്നു. പക്ഷേ അത് സ്ഥിരീകരിക്കാൻ ഇവർക്കും ആയില്ല. പക്ഷേ ആ സംശയം പറഞ്ഞു. ഈ കുഞ്ഞ് ആശുപത്രിയിൽ എത്തുന്നതുവരെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞ് പറഞ്ഞത് തൻ്റെ കാലിൽ കൂടെ എന്തോ ഇഴഞ്ഞു പോയി കടിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഒരു സംശയം ആശുപത്രിയിൽ പറയുന്നു. പക്ഷേ അത്തരത്തിലുള്ളൊരു പരിശോധനകളൊന്നും തന്നെ ആശുപത്രി അധികൃതർ നടത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് വിടുകയായിരുന്നു. ഈ ആശുപത്രിയിൽ തന്നെ ആൻറ്റിവെനമുണ്ട്. താലൂക്ക് ആശുപത്രിയാണ്, പക്ഷേ സ്റ്റോക്കുണ്ട്. പക്ഷേ ആൻറ്റിവെനം ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടി അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ്. വലിയ വീഴ്ചയാണ് ഈ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ ആരോപിച്ചത്. തുടർന്നിപ്പോൾ DMO റിപ്പോർട്ട് തേടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൂപ്രണ്ടിനെ മാധ്യമങ്ങളടക്കം അവരോട് പ്രതികരണം തേടിയിരുന്നു. പക്ഷേ ഒന്ന് മിണ്ടാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വളരെ വൈകാരികമായിട്ടുള്ള ചില രംഗങ്ങൾക്ക് കൂടിയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം 2 കുട്ടികളാണ് ഈ മാതാപിതാക്കൾക്ക്. ഇളയ ഒരു 4 വയസ്സായ മകളാണ് ദിക്ഷിലിന്, അനുജത്തിയാണ് ഉള്ളത്. ഒപ്പം അച്ഛനും അമ്മയും അച്ചാമ്മയും ഉള്ള ഒരു ചെറിയ കുടുംബം. ഇവിടേക്കാണ് ഇത്തരത്തിലുള്ളൊരു ദുഃഖാന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ കളം കെട്ടി നിൽക്കുന്നതൊക്കെ തന്നെ നമുക്ക് പറയാം. വളരെ വൈകാരികമായിട്ടുള്ള ചില നിമിഷം. നാട്ടുകാരടക്കം ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ വീട്ടുവളപ്പിൽ തന്നെ ദിക്ഷിലിനെ സംസ്കരിക്കും. ഈ വീടിൻ്റെ തൊട്ട് മുൻവശത്താകെ 5 സെൻറ്റ് മാത്രമാണ് ഇവർക്ക് ഭൂമിയുള്ളത്. അതും ഈ ഇടയ്ക്ക് കുടികിടപ്പ് അവകാശമായി കിട്ടിയതാണ് ഈ ഭൂമി. അവിടെ വീടിന് മുന്നിലായിട്ട് ഈ ദിക്ഷിലിനെ സംസ്കരിക്കുന്നത് അല്ലെങ്കിൽ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുഴി എടുക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഏറെ വൈകാരികമായിട്ടുള്ളൊരു കാര്യം. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം സംസ്കരിക്കും എന്നുള്ള വിവരം കൂടി നമുക്ക് പറയാൻ കഴിയും. അമൃത.
റിനു, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ അച്ഛൻ ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നൊരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. അതിലിപ്പോൾ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്താണ്? ആശുപത്രിയിൽ നിന്ന് കൃത്യമായിട്ടൊരു വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല. കാരണം മാധ്യമങ്ങളടക്കം ഈ സൂപ്രണ്ടിനോട് അതിൻ്റെ ഒരു കാര്യമൊക്കെ തിരക്കാൻ വേണ്ടി വിളിച്ചു, പക്ഷേ ഫോൺ എടുത്തില്ല എന്നുള്ളതാണ്. ആശുപത്രിയിൽ ഞങ്ങൾ നേരിട്ട് ലാൻഡ് ഫോണിൽ വിളിക്കുമ്പോൾ അവർക്കറിയില്ല, സൂപ്രണ്ടിനോട് ചോദിക്കാനാണ് പറയുന്നത്. ഈ സൂപ്രണ്ട് ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം നടത്തുവാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നുള്ളത് ആശുപത്രിയുടെ ഒരു വശം ഇതുവരെയും അത് പുറത്തു വന്നിട്ടില്ല, വിശദീകരണം പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ രക്ഷകർത്താക്കൾ ആരോപിക്കുന്നത്. നമുക്ക് ഈ ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പഞ്ചായത്ത് അധികൃതരിൽ നിന്നൊക്കെ തന്നെ ലഭിക്കുന്ന വിവരമനുസരിച്ച് രക്ഷകർത്താവിൻ്റെ ആരോപണം ശരിവെക്കുന്നതാണ്. കാരണം ഇന്നലെ 2:30-ക്ക് ശേഷം പാമ്പുകടി ഏൽക്കുന്നു. തൊട്ടടുത്താണ് ആശുപത്രി. ഏകദേശം 2:45-3 മണിക്കകത്താണ് ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.